എന്തൊക്കെ പറഞ്ഞു. എ പി ഉസ്താദ് നോളേജ് സിറ്റി ഉണ്ടാക്കുന്നു പറഞ്ഞു. നോളേജ് സിറ്റി ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ എന്തായി? അങ്ങനെ ഒരു സാധനം ഉണ്ടാവൂലട്ടോ, ഇതുവരെ ഒരു സെന്റ് അതിന് വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ആദ്യം. എന്നിട്ട് ഇവര് പറഞ്ഞു എവിടെയാ അത് വാങ്ങിയത്, എവിടെയാ അതിന് തറക്കല്ല് വെച്ചിട്ട് കുറെ കാലം സൈക്കിൾ എടുത്ത് പിന്നാലെ കൂടി. അതാണ് ആദ്യത്തെ ഘട്ടം. നോളേജ് സിറ്റി മനസ്സിലായോ? ഞങ്ങൾക്ക് മനസ്സിലായിക്കണം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നോളേജ് സിറ്റി മനസ്സിലായില്ല? ദുനിയാവിൽ എവിടെയാണ് 5 സെന്റ് ഇല്ലാന്ന്? ഇല്ലല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ ഷെയറെ മുബാറക് മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചലക്ഷ സംവിധാനല്ലേ? അപ്പൊ ഷെയർ മുബാറക്കും എവിടെയാ പേരാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ഈ നോളജ് സിറ്റി. ഞാൻ സ്ഥലം കിട്ടിയാ പോരെ? ഓക്കെ. അതിന് ഞാൻ ചോദിച്ചതാണ് ഏത് പഞ്ചായത്തിൽ എവിടെ? അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വേണം പിന്നെ അവിടെ ഇങ്ങനെ കുത്തിതിരിപ്പേറ്റ് കൂടാനല്ലേ. ഞങ്ങളെ മൂല്യരേതാ സാധനം. ഉസ്താദ് എന്ത് ചെയ്തു? സ്വപ്ന നഗരിയിൽ ഒരു ബാലാണ് മുറിച്ചിട്ട് ഇവര് ആ ബാല് പടക്കണത് കണ്ട എന്റെ ചുറ്റുറങ്ങനെ നിന്ന് മയ്യത്ത് കരിച്ച്. അപ്പോത്തിന് ഞമ്മളെ മൂല്യര് ഇവിടെ ആധാരം റെഡിയാക്കി, നിയമം റെഡിയാക്കി, എല്ലാ കുണ്ടം വണ്ടിയും കജിലാക്കി. ബാക്കി എന്തൊരു മാനക്കേട് പടച്ചറബേ. ഇത്ര വലിയൊരു പ്രോജക്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് എന്തെല്ലാം നിയമപരമായ വഴികളുണ്ട്. അതൊക്കെ പഠിച്ച എത്ര പള്ളി ഉണ്ടാക്കി, എത്ര മദ്രസ ഉണ്ടാക്കി, എത്ര കോംപ്ലക്സ് ഉണ്ടാക്കി കൂട്ടരെ. എത്ര പ്രയാസം ഉണ്ട് അതിന്റെ ഡ്രില്ലിങ് നടത്താൻ. അത് ബേക്കണോൽക്കേ കജ്ജുള്ളൂ. ഞങ്ങളെ പൊട്ടന്മാരാക്കുക. അല്ല ഒരട്ടോ എത്ര വട്ടാ ഞങ്ങളാക്കിയത്. ദയവ് വിചാരിച്ച് നിങ്ങൾ പൊട്ടന്മാരാകരുത്. ഇത് നിങ്ങളോടുള്ള ഗുണകാംക്ഷയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയണേ. നിങ്ങൾ ഇഞ്ഞു പൊട്ടന്മാരാകരുത്. പക്ഷെ നിങ്ങളെ വിധി ഇനിയും പൊട്ടന്മാരാകാനാണ്. അങ്ങനെ എന്ത് ചെയ്തു വരെ നിങ്ങള്? എ പി ഉസ്താദ് നോളേജ് സിറ്റിക്ക് സ്ഥലവും വാങ്ങി. ഇബല് സ്വപ്നഗരിയിലല്ലേ, ഇബല് കിനാ കണ്ട അങ്ങനെ കൂടി. അപ്പോത്തിന് കൈതപ്പോയില് സംഗതിയൊക്കെ ആയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇഞ്ഞൊരു മനസ്സോടുക്ക് ഒരു 10 റുപ്യ കൊടുക്കരുത്. അടുത്ത ഘട്ടാതാ. മറ്റൊരു നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? കൈതപ്പൊയിൽ. അപ്പൊ സ്ഥലം വാങ്ങിക്കണോ? എത്ര ഏക്കറാ? 125 ഏക്കറാ. എന്ത് സിറ്റിയാണോ കൈതപ്പൊയിൽ? നോളേജ് സിറ്റി സുഹൃത്തേ. നോളജ് സിറ്റി. ആരെങ്കിലും അതിന് റിയൽ എസ്റ്റേറ്റ് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ മുടക്കിയാൽ മതി. അത് കിട്ടൂല, കൂടുതൽ മുടക്കും വേണം. അല്ല, സ്ഥലം വാങ്ങിക്കണോ പറയങ്ങള്. നിങ്ങള് സ്ഥലം വാങ്ങിക്കണോന്ന് ആദ്യം പറയും, എത്ര ഉണ്ട് എന്ന് പറയും. എന്നിട്ട് പിന്നെ മുടക്ക നടക്കുന്നു കണ്ടപ്പോ മുടക്കാണ് ബാക്കി. അവിടെ ഫ്ലാറ്റുകൾ ഉയരാൻ പോവാണ്. എവിടെ? നോളജ് സിറ്റി. എന്താ കാരണം? പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു, വലിയ കച്ചവടം നടത്തുന്ന. ഇത് കള്ളം തോട്ടരോട് പറഞ്ഞിരുന്നു. അത് മുഴുവൻ മലയാളികൾക്കും പറഞ്ഞു കൊടുക്കണം. വേണ്ടല്ലോ. നിങ്ങളടുത്തല്ല RC അല്ലേ? RC തൊട്ടടുത്തല്ലേ? പക്ഷെ അത് നോളേജ് സിറ്റി അല്ല. ലോകതലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ എൻട്രൻസ് ചെയ്ത കുട്ടികൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരുന്നത് അല്ലേ? ആണ്. ഇപ്പുറത്ത് KMCT മെഡിക്കൽ കോളേജിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് നോളേജ് സിറ്റി അല്ല. നിങ്ങൾക്ക് RC എന്ത് കച്ചവടം നടക്കണേ? നിങ്ങളൊന്ന് പറയും. ഒരു സിറ്റി ആവുണ്ട് ഇവിടെ. എന്നാ സിറ്റി ആകാൻ പോവുകയാണ് കൈതപ്പൊയില്ലേ. വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടോ. RC വന്നിട്ട് വർഷത്തിലായി. കൊടുവള്ളി വികസിച്ച വികാസം കൂടി നമ്മൾ RC കിട്ടിയിട്ടില്ല. നോളേജ് സിറ്റി ഉണ്ടായിട്ടില്ല അവിടെ. ഇല്ല. ഇപ്പൊ വെറുതെ ആളെ പറഞ്ഞ് പറ്റിക്കാണ്. ഇവിടുന്ന് ആരെങ്കിലും പെണ്ണുങ്ങളെ സ്വർണം പണയം വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് കൂടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനോട് കയറുദ്ദേശിക്കുന്ന രീതിയിൽ പറയാം. അതുണ്ടെങ്കിൽ ഇയാളൊക്കെ കൊലാകുവോ? വെറുതെ കൈതപ്പൊയിൽ കൊണ്ടുപോയി. ഇപ്പൊ സ്ഥലം വാങ്ങി ഒക്കെ റെഡിയായി. ഇനിയൊരു മനുഷ്യൻ 10 റുപ്യ കൊടുക്കരുത് അവിടെ. പിന്നത്തെ വേല അതിനാണ്. പക്ഷെ 2 ചങ്ങായിമാര് പണ്ട് കച്ചറോടി ഈ പേരന്റെ അപ്പുറം കടന്നാ കാട്ടിത്തരാറുണ്ട്. ഓൻ പേരന്റെ അപ്പുറം കടന്ന് അതിലിപ്പ അത് വളഞ്ഞിട്ടാ വേറൊരു വരയാണ് കാരണം. 2ാമത്തെ വരച്ചു, ഓൻ അതിന്റെ അപ്പുറം കടന്ന്. 3ാമത്തെ വര വരച്ചപ്പോ എന്ത് ചെയ്തു? അപ്പുറം കടന്നു. അപ്പൊ ഇപ്പം പറഞ്ഞു എന്നാ ഇജ്ജാണ് പോയി കൂടുകാരനെ എന്ന മാതിരി. ആൾക്കാര് ആദ്യം സ്ഥലമല്ല എന്ന് പറഞ്ഞു, പിന്നെ സ്ഥലം വാങ്ങി, പിന്നെ ബല് പറഞ്ഞത് 10 റുപ്യ കൊടുക്കരുത് എന്നാ. കൊടുത്തപ്പോഴോ പിന്നെ പറയാണ് ഞങ്ങളിപ്പം മുണ്ടാതൊക്കെയാണ്.
നിങ്ങളെ പൈസ ഒക്കെ പോട്ടെ നോളജ് സിറ്റിയിലേ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പത്രക്കാർക്ക് കുറച്ച് കാട്ടിക്കൊടുക്കാന്. നമ്മളെന്താ ഉണ്ടാക്കണത്? നിങ്ങൾ മുണ്ടിട്ടെന്നല്ല. എന്തൊരവസ്ഥ നോക്കി നിങ്ങൾ. ഈ കണ്ടതൊക്കെ പറഞ്ഞ മനുഷ്യനാണ്, ഒരു അറഫ് മുണ്ടിയിട്ടില്ല എന്നാ പറയണേ. പിന്നെ കയ്യിലുള്ള പൈസ മുഴുവൻ എവിടെ പോണം? നോളജ് സിറ്റി പോണം. അത് മുഴുവൻ പോകൂലട്ടോ. അത് ഉള്ളത് കഴിഞ്ഞാ വേറെ കൊടുക്കാൻ ഞങ്ങളുണ്ട്. ഹൃദയം കവർന്നും ഞങ്ങളുടെ മനസ്സാക്ഷി കൊടുത്തും കാന്തപുരം ഉസ്താദിന് ആവശ്യമുള്ളത് കയ്യിൽ കൊടുക്കാൻ ആയിരങ്ങളുണ്ട് ഈ രാജ്യത്തെ. അള്ളാന്റെ തോഫിക്കോടുകൂടെ അത് കഴിയൂലട്ടോ. കൈതപ്പോയി നോളജ് സിറ്റി. പിന്നെ എപ്പിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ മുഴുവൻ അവിടെ കായ് കൊടുക്കണം. അതെങ്ങനെ ഞങ്ങൾ കൊടുക്കരുത് നല്ല പറഞ്ഞു കൊടുത്ത് പിന്നെ കൊടുക്കോ? ഇത് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ആ മുടിപ്പള്ളിയുടെ ഒറിജിനൽ മുടിയുടെ ചിത്രം പുറത്തുവിടുക. അപ്പൊ ഇതുവരെ പുറത്തു വിട്ടൊക്കെ എത്താ സാധനം. എന്തൊരവസ്ഥ നോക്കി നിങ്ങൾ. ഇസ്ലാം അതേ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പേരിൽ നമ്മുടെ തെരുവുകളുടെ സായാഹ്നങ്ങൾ സംഘർഷഭരിതമാക്കാൻ വിളിച്ചു പറയുന്ന വിടുവായുധം. സങ്കടമല്ലേ മുസ്ലിങ്ങളെ ഇത്? ദുഃഖമല്ലേ സഹോദരങ്ങളെ ഇത്? ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ചെയ്തു തീർക്കാൻ എന്തൊക്കെയുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ മുസ്ലിം സമുദായം സ്വീകരിച്ചതുണ്ട്, മുസ്ലിം സമുദായം ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മതം അത് ബഹുമാനിക്കാൻ പഠിപ്പിച്ച മതമാണ്. അള്ളാഹുവിന്റെ റസൂൽ